കൊച്ചിൻ കോർപ്പറേഷൻ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നുവെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമ കൊച്ചിയിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രതിപക്ഷം വർഷം ലക്ഷക്കണക്കിന് രൂപ വാടക നൽകിയാണ് മാലിന്യം നീക്കം ചെയ്യാൻ ഈ വാഹനങ്ങൾ ക്രമീകരിച്ചത്. പറവാനമുക്കിൽ 9 വാഹനങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്. പള്ളൂരുത്തിയിലും ഇതുതന്നെ അവസ്ഥ. പുതുമ മാറാത്ത ഇത്തരം വാഹനങ്ങൾ തിരിഞ്ഞു നോക്കാതെ വീണ്ടും മാലിന്യങ്ങളുടെ പേര് പറഞ്ഞ പുതിയ വാഹനങ്ങളാണ് കൊച്ചിൻ നഗരസഭ വാങ്ങിച്ചു കൂട്ടുന്നത്. കൗൺസിലർമാർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഫലമില്ല. നമുക്ക് മെക്കാനിക്കോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനോ ഒന്നും തന്നെ നമുക്ക് കൊച്ചി നഗരത്തിലില്ല. വണ്ടികൾ കേടായി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനുള്ള അത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥ. തുറസായ സ്ഥലത്ത് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടിടുകയോ ചെയ്യുന്ന സ്ഥിരം പതിവ് നമ്മൾ കാണുന്നു. സി എസ് എം എല്ലിൻ്റെ കയ്യിൽ നിന്ന് കോടികൾ മുടക്കിയാണ് ഇപ്പോൾ 10 കോമ്പാക്റ്റുകൾ വാങ്ങാൻ പോകുന്നത്. കോർപ്പറേഷന് വാഹനങ്ങളുള്ള വാഹനങ്ങൾ നേരെ ചൊവ്വേ റിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ പണി വരുമ്പോൾ അത്തരം പണികൾ നല്ല രീതിയിൽ ചെയ്ത് അത് മറ്റേ വേസ്റ്റുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി കൊച്ചിൻ കോർപ്പറേഷൻ സ്വീകരിക്കുന്നില്ല. പ്രതിവർഷം ഭീമമായ തുക നൽകി പുറത്തുനിന്ന് വാഹനങ്ങൾ വാടകയ്ക്കെത്തിച്ചാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ മാലിന്യ സമാഹരണം. അപ്പോഴും സ്വന്തം ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ നന്നാക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം നിലനിൽക്കുന്നു. നഗരത്തിലെ മാലിന്യ ശേഖരണത്തിന് ഇനി പുതിയ 15 കോമ്പാക്ടർ വാഹനങ്ങൾ എത്തുമെന്നാണ് വിവരം. ആ വാഹനങ്ങൾക്ക് ഈ ദുർഗതി ഉണ്ടാകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സാധാരണക്കാരുടെ നികുതി പണമാണ് ഈ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ആരോട് പറയാൻ, ആരു കേൾക്കാൻ? കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. നമുക്കറിയാം, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയത്. പക്ഷേ ആ വാഹനങ്ങളൊക്കെ ഉപയോഗമില്ലാതായത് മാത്രമേ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. മറ്റൊരു മാലിന്യമായി ഈ വാഹനങ്ങൾ മാറാൻ സാധ്യതയുണ്ട് താനും. നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണാം. അപ്പൊ ഇത്രയൊക്കെ ഈ മാലിന്യം കൊള്ളണ വണ്ടി ഇവരിട്ട് നശിപ്പിക്കണ പുറത്തുനിന്ന് ഒരു വണ്ടി വിളിക്കുന്നത് 1600 കൊടുക്കണം ഒരു വണ്ടി വാടക. അപ്പൊ ഇത്രയൊക്കെ ദ്രോഹമാണ് ചെയ്യുന്നത്. നമുക്ക് സർക്കാർ വരുമാനം ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. സർക്കാർ നശിപ്പിക്കാനുള്ള പ്രതിനിധികൾ, കോർപ്പറേഷൻ ഭരിക്കുന്നവര് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ മാലിന്യം കൊണ്ട് പരിസരവാസികൾക്ക് ഭയങ്കര ദുരന്തം അനുഭവിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, കിടന്നുറങ്ങാൻ പറ്റില്ല. മാലിന്യം കൊണ്ടുപോകുന്ന ലോറികൾ കോടികളുടെ മണികിലുങ്ങുന്ന അഴിമതിയാണ്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്രയോ നാളുകളായി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു മാലിന്യം കൊണ്ടുപോകാനായിട്ട്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കാണുന്നു ഏതെങ്കിലും കുറ്റിക്കാടുകളിലോ അല്ലെങ്കിൽ ഈ സോണൽ ഓഫീസിൻ്റെ പരിസരത്തൊക്കെ ഈ വാഹനങ്ങൾ കേടായി കിടക്കുന്നത് കാണാം. വീണ്ടും പുതിയ വാഹനങ്ങൾ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുക. ഇത് ഒരു വാടക മാഫിയക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു സംവിധാനം നിലനിൽക്കുന്നത്. നഗരസഭ വളരെ പരാജയകരമായിട്ടാണ് പോയിക്കൊണ്ടത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. കൂടാതെ അവരെ പീനെടുക്കുന്ന പൈസകളെല്ലാം ഇതുപോലെ അനാവശ്യമായിട്ട് ചെലവാക്കിക്കൊണ്ട് അവരുടെ കൂടെയുള്ളവർക്കും അവർക്കും കമ്മീഷനുകൾ അടിക്കാവുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് ഈ നാട് മാറിക്കൊണ്ടിരിക്കുന്നത്.